വാവാ സുരേഷിനെയും എന്നെയും ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിൽ നിന്ന് തന്നെ നശിപ്പിച്ചു കളയാൻ വേണ്ടി നടക്കും. ഒന്നുമല്ലെങ്കിൽ വനത്തിൽ കൊണ്ടുപോയി വെടിവെച്ച് കൊന്നുകളാം, അല്ലെങ്കിൽ ഞങ്ങൾ വല്ല വിഷം തന്ന് കൊന്നുകളാം. കഴിവതും ആരും ഈ രംഗത്തേക്ക് വരണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പ്രശസ്ത സർപ്പജ്ഞാനിയും പാമ്പുകളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന മാർട്ടിൻ മേഘമാലയാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, പാമ്പുപിടുത്തത്തിലേക്ക് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? പാമ്പുപിടുത്തത്തിലേക്ക് വന്നത് യാദൃശികമായിട്ട് എന്ന് തന്നെ പറയാം. ഞാൻ ശരിക്കും ആദ്യം മുതുകാണ്ട് മാജിക് അക്കാഡമിയിൽ മാജിക് പഠിച്ച് ആ രംഗത്തേക്കാണ് ആദ്യം വന്നത്. കുറെ വർഷം മുമ്പ് കോട്ടയത്ത് ഒരു എക്സിബിഷനിൽ മറ്റൊരാളുടെ സർപ്പയജ്ഞം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു പാമ്പിനെ പിടിച്ച് ഫോട്ടോ എടുക്കാൻ ചോദിച്ചു. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, പാമ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എനിക്ക് ശിവന്റെ അവതാരമുണ്ട്, എൻ്റെ നാൾ വേറെയാണ്, അതുകൊണ്ടാണ് എന്നെ പാമ്പ് കടിക്കാത്തത്. മാർട്ടിനെ പാമ്പ് കടിക്കും എന്ന് പറഞ്ഞ് എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒത്തിരി കളിയാക്കി. അപ്പോൾ അവിടെ വെച്ച് ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു, നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ പാമ്പിനെ പിടിച്ച് കാണിക്കുമെന്ന്. അത് പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറേ ഇടങ്ങൾ കറങ്ങി ലാസ്റ്റ് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിൽ ബൈജുമാഷിൻ്റെ അടുത്ത് നിന്നാണ് പാമ്പുകളെ കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ പഠിക്കുന്നതും. അതിനുശേഷം ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ആയിരക്കണക്കിന് വേദികളിൽ പാമ്പുകളുടെ പ്രദർശനം നടത്തുകയും പല പ്രാവശ്യം സർപ്പയജ്ഞം നടക്കുന്ന സമയത്താട്ടോ ഒത്തിരി കടികൾ കിട്ടിയതിനെക്കുറിച്ച് ഒത്തിരി ഗവേഷണങ്ങൾ നടത്താനുള്ള ഒരു സാഹചര്യം കിട്ടി. സാർ, എന്തുകൊണ്ടാണ് പാമ്പുകളെ സംരക്ഷിക്കാൻ സാർ തീരുമാനിച്ചത്? ഞാൻ ചെറുപ്പത്തില് പാമ്പിനെ എവിടെ കണ്ടാലും തല്ലിക്കൊന്നു കളയുന്ന ഒരാളായിരുന്നു, ചെറുപ്രായത്തിലൊക്കെ. അതിനുശേഷമാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു വെല്ലുവിളിയായിട്ടാണ് ഈ പാമ്പ് പിടുത്ത രംഗത്തേക്ക് വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് അറിയുന്നത്, പാമ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാം ജീവന് ഭീഷണിയാണ്, ലോകത്ത് മനുഷ്യനുണ്ടാവില്ല. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് വന്നപ്പോൾ ഒരു കാരണവശാലും പാമ്പിനെ കൊല്ലരുത്, അതിനെ സംരക്ഷിക്കണം എന്നുള്ളൊരു ബോധം എനിക്ക് വന്നത്. ഒരു സ്നേക്ക് പ്രൊട്ടക്ടർ ആവാനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? വെല്ലുവിളി എന്ന് പറയുന്നത് ശരിക്കും ആദ്യം ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പാമ്പിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ഏത് നിമിഷവും നമ്മൾ മരണപ്പെടാം, അത്രമേൽ അപകടം പിടിച്ച ഒരു മേഖലയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോൾ വളരെ സിമ്പിളാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും കൈകാര്യം ചെയ്യാവുന്ന ഒരു കാര്യമാണ് പാമ്പ് പിടിക്കുക എന്ന് പറയുന്നത്. പാമ്പുകളെ കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്? പാമ്പുകളെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങൾ, കെട്ടുകഥ ഉള്ള ഒരു മേഖലയാണ്. ഒരു പാമ്പിനെ ഉപദ്രവിച്ചു വിട്ടാൽ ഇന്ത്യ വിട്ട് വെളിയിൽ പോയാലും പാമ്പ് നമ്മളെ പതിയിരുന്ന് ആക്രമിക്കും. അതുപോലെ സ്ത്രീകളെ സ്നേഹിക്കുന്ന ചേര, പാല് കുടിക്കുന്ന പാമ്പ്, മുട്ട കൊത്തി കുടിക്കും, ഇങ്ങനെയുള്ള ഒത്തിരി മഞ്ഞച്ചേര മലന്ന് കടിക്കും, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കെട്ടുകഥകളുണ്ട്. ഇതൊന്നും ശരിയായ ഒരു കാര്യങ്ങളല്ല. ഇതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും അന്ധവിശ്വാസങ്ങൾ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പാമ്പ് എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായ ഒരു സാധു ജീവിയാണ്. ഒരു പാമ്പുകളും ഒരു മനുഷ്യനെയും പുറകെ വന്ന് ആക്രമിക്കാറില്ല. പാമ്പിനെ നമ്മൾ കയറി ചവിട്ടുകയോ അല്ലെങ്കിൽ കയറി പിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് പാമ്പ് കടിക്കാറുള്ളൂ. പാമ്പ് ഒരിക്കലും നമ്മുടെ ശത്രുവല്ല, പാമ്പ് നമ്മുടെ മിത്രമാണ്. സാറിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാമ്പ് പിടുത്തം എന്തായിരുന്നു? കുറെ വർഷം മുമ്പ് എന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ പെട്ടെന്ന് ഓടിച്ചെല്ലുക, എന്റെ വീട്ടില് എന്റെ മോള് മാത്രമേ ഉള്ളൂ, ഒരു വലിയൊരു പാമ്പ് വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന ചെറിയ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ അവിടെ ഈ ചവിട്ടി ഇട്ടിട്ടുണ്ട്. ചവിട്ടിയുടെ മുകളിൽ വലിയൊരു രാജവമ്പാല, ചെറുതൊന്നുമല്ല, ഒരു 15 അടി കൂടുതൽ നീളമുള്ള ഒരു വലിയ രാജവമ്പാല ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നു. ഈ വീടിന്റെ പിൻവശത്തെ വാതില് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ കൊച്ച് കൂട്ടുകാരോടൊപ്പം കളിക്കുന്ന സമയത്ത് ഈ മഴ വന്നപ്പോ ഈ കൊച്ച് ഓടി വീട്ടിലേക്ക് വരുമ്പോ, ഓടി വന്ന് വീട്ടിലേക്ക് കയറുമ്പോ കാണുന്നത് ഈ വാതിൽപ്പടിക്ക് ഇങ്ങനെ പാമ്പ് കിടക്കണം. അപ്പൊ പേടിച്ച് ഈ വാതിലെ തട്ടി കൊച്ച് പാമ്പിനെ ചവിട്ടാതെ പെരയ്ക്കകത്തേക്ക് വീണു. പെരയ്ക്കകത്തേക്ക് വീണതും അപ്പൊ തന്നെ വാതിൽ ഉള്ളിൽ നിന്ന് അടച്ചു. പക്ഷെ ഈ കുട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. അടുക്കള വശത്തെ വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ്. മൊബൈൽ ഫോൺ വീട്ടിലുണ്ട്. കരഞ്ഞുകൊണ്ടാണ് ഇതിന്റെ അച്ഛനെ വിളിച്ച് പറയുന്നത്. ഞാൻ ചെന്ന് പാമ്പിനെ കണ്ടു. ഉള്ളിൽ നിന്ന് കരച്ചിൽ കേട്ടിട്ട് ആദ്യം ഞാൻ ഈ കുട്ടിയെ വീടിന്റെ പുറവശത്തെ വാതിൽ തുറന്ന് പുറത്തിറക്കി. അതിനുശേഷമാണ് ഈ പാമ്പിനെ പിടിക്കുന്നത്. അതെന്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു വലിയൊരു അനുഭവം തന്നെയാണ്. ഈ പാമ്പ് പിടുത്തത്തിന്റെ ഇടയിൽ സാറിന് എന്തെങ്കിലും കടി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? പാമ്പ് പിടിക്കുന്നതിനിടയ്ക്ക് എനിക്കൊരു പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. മൊത്തത്തിൽ കടി കിട്ടിയാൽ ഒരു 100 പ്രാവശ്യമെങ്കിലും എനിക്ക് പാമ്പിന്റെ കടി ഏറ്റിട്ടുണ്ട്. 100 അല്ല, അതിൽ കൂടുതലുണ്ട്. എന്നുവെച്ചാൽ അത് പണ്ട് ഈ എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ട്
100-150 പാമ്പുകളുമായിട്ട് ഈ പ്രദർശനം നടക്കുന്ന സമയത്താണ് പാമ്പ് കടിയേറ്റത്. ഫോറസ്റ്റിന്റെ കൂടെ പാമ്പ് പിടിക്കാൻ പോയപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ പാമ്പ് കടിയേറ്റിട്ടുള്ളൂ, അതൊരു മൂർഖൻ പാമ്പിന്റെ. ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും സർക്കാരിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഉപദ്രവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നെ വടാട്ടുപാറ ഒരു വീട്ടിൽ വെച്ച് മൂർഖൻ പാമ്പ് ഇവിടെ ഇങ്ങനെ കയ്യിൽ കടിക്കുകയും, അപ്പോൾ ഫോറസ്റ്റിന്റെ അവർ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, കോഴഞ്ചേരി മെഡിക്കൽ മിഷനിൽ എത്തിച്ചു. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് എന്നെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി എന്നുള്ളൊരു കടമ മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ ഈ പാമ്പ് കടി ഏറ്റ ആളുകൾക്കറിയാം, പാമ്പ് കടി ഏറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നാലും ആ മുറിവ് ഉണങ്ങണമെങ്കിൽ ചിലപ്പോൾ മാസങ്ങളെടുക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു കൃഷിക്കാരനാണ്, മറ്റ് ഇതിനൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ മാസങ്ങളെടുത്തു ഞാൻ ഈ മുറിവ് ഉണങ്ങി വരാനായിട്ട്. അപ്പൊ ആ സമയത്ത് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. എന്റെ മൂത്ത കൊച്ചു മുല കുടിക്കുന്ന അത്ര ചെറു കുട്ടിയായിരിക്കും സമയമാണ്. ഞാനൊരു വാടക വീട്ടിൽ താമസിക്കുന്നതാണ്. പല രീതിയിലും ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് ചോദിച്ചു. ഒരു പൈസയും ഇല്ല എന്നാണ് അവർ മറുപടി പറഞ്ഞത്. അവസാനം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ വിഷമം ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അടുത്തൊരു പലചരക്കടയിൽ നിന്നായിരുന്നു ഈ വീട്ടിലേക്ക് അരി സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. ആ കടക്കാരൻ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഫോറസ്റ്റിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കിട്ടിയില്ലേ, അതിൽ നിന്ന് കുറച്ച് പൈസ ആ പലചരക്കടയിലെ പൈസ കൊടുക്കാൻ പാടില്ലെന്ന്. സത്യത്തിൽ എനിക്കൊരു 100 രൂപ പോലും കിട്ടിയിട്ടില്ല. ഞാൻ ലാസ്റ്റ് പലിശയ്ക്ക് പണം മേടിച്ചാണ് ഈ ആശുപത്രിയിൽ അല്ല ഈ കടയില് പൈസ കൊടുത്തു തീർത്തത്. ഈ വനംവകുപ്പിന്റെ സർപ്പ ആപ്പില് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരണമെന്ന് സാറിന് എന്തൊരു അഭിപ്രായം? സർപ്പ ആപ്പ് ഏറ്റവും ഗുണകരമാണ്. പക്ഷെ അതിനകത്ത് ഏറ്റവും വലിയ 2 കുറവുകളുണ്ട്. ഒന്ന്, ശരിയായ രീതിയിൽ പാമ്പ് പിടിക്കാൻ ആരെയും പഠിപ്പിക്കുന്നില്ല. 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടാണ് ഒരാളെ പാമ്പ് പിടിക്കുന്നതായിട്ട് ലൈസൻസ് കൊടുത്ത് രംഗത്തേക്ക് ഇറക്കി വിടുന്നത്. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന പല മരണങ്ങളും, ഇപ്പോൾ ഈ പുതിയ പാമ്പ് പിടുത്തക്കാരിൽപ്പെട്ട ഒത്തിരി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായ ട്രെയിനിങ് കൊടുക്കുക. ഒന്ന്. രണ്ടാമത്, പാമ്പ് പിടിക്കാൻ പോകുന്ന മുഴുവൻ ആളുകളെയും സർക്കാർ ചെലവിൽ അവർ ഇൻഷുർ ചെയ്യുക. കാരണം മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കുടുംബം അന്യാധീനമായി പോയി. അവർ ജനങ്ങൾക്കൊരു സേവനം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സേവനമായിട്ട് പോകുന്നതാണ്. ഒരു പ്രതിഫലമില്ല. ഇപ്പോൾ ഞാനടക്കം പോകുന്ന വനം വകുപ്പിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ഒരു 100 രൂപ വണ്ടിക്കാശ് പോലും നമുക്ക് കിട്ടുന്നില്ല, ആരും ചോദിക്കുന്നുമില്ല. ഒരു സേവനമായിട്ട് പോകുന്നതാണ്. പക്ഷെ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ അവർക്കുള്ള ഇൻഷുറൻസ് ഉറപ്പാക്കുക. ഈ 2 വിഷയമാണ് എനിക്ക് പറയാനുള്ളത്. വരും തലമുറയ്ക്ക് അങ്ങനെ പരിശീലനങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും കൊടുക്കാൻ സാർ താല്പര്യപ്പെടുന്നുണ്ടോ? പരിശീലനം എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യം ഇല്ല. കാരണം വളരെ അപകടം പിടിച്ചൊരു മേഖലയാണ് പാമ്പ് പിടിക്കുക എന്ന് പറഞ്ഞത്. പക്ഷെ പരിശീലനം വേണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വേണമല്ലോ. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു പാമ്പ് കയറി, എല്ലാവർക്കും ചെന്ന് പിടിക്കാൻ പറ്റില്ല. ആരെങ്കിലും അത് അറിയാവുന്ന ചെന്ന ആളാണ് അതിന് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പരിശീലനം ആവശ്യമുള്ളവർക്ക് കൊടുക്കാനും നല്ല കാര്യമാണ്. പക്ഷെ കഴിവതും ആരും ഈ രംഗത്തേക്ക് വരണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും ഞാനൊക്കെ ജീവിച്ചിരിക്കുന്ന ഒത്തിരി കടി കിട്ടിയിട്ടുണ്ടെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും മരണപ്പെടാം. ലോകത്ത് മൊത്തം പാമ്പ് പിടുത്തക്കാരെ നോക്കുകയാണെങ്കിൽ പ്രശസ്തരായ പാമ്പ് പിടുത്തക്കാർ മുഴുവൻ മരണപ്പെട്ടിരിക്കുന്നത് പാമ്പ് കടിയേറ്റാണ്. അപ്പോൾ അവരറിയില്ലാത്തതുകൊണ്ടല്ലോ, അത്രയും പരിചയമുള്ളതായിട്ട് പോലും പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്നു. അതുകൊണ്ട് കഴിവതും ഈ രംഗത്തേക്ക് വരാതിരിക്കുക, എന്നാൽ വരേണ്ടത് ആവശ്യവുമാണ്. ഈ ഫാമിലിയുടെ സൈഡിൽ നിന്നൊക്കെ എങ്ങനെയാ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ സാറിനെ? ഒരു കാരണവശാലും ഇല്ല. ഞങ്ങളുടെ കുടുംബക്കാർ മൊത്തം എതിർപ്പാണ്. അതിന് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫും കുട്ടികളും എപ്പോഴും പറയുന്ന പാമ്പ് പിടിക്കാൻ പോകണ്ട. വൈഫ് എപ്പോഴും പറയുന്നൊരു ഇതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ 2 ചെറിയ കുട്ടികളാണ് ഉള്ളത്, ഇവർക്ക് ഞങ്ങൾ എന്ത് ചെയ്യും? പല ആളുകളും പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്നുണ്ട്, ഈ വാർത്തയെ കാണുന്നുണ്ടല്ലോ. പക്ഷെ അപ്പോഴും ഞാൻ പോകുന്നത്, ഇപ്പോൾ ഒരു വീട്ടിലൊരു പാമ്പ് കയറി, ആ പാമ്പിനെ എല്ലാവർക്കും പിടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ വിളിക്കുന്നത് അവർ എന്നിൽ നിന്നും ഒരു സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പോൾ അവർക്കൊരു സഹായവും പാമ്പിനൊരു സംരക്ഷണവും, 2 കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അതെന്തായാലും ഞാൻ മരണം വരെ, ജീവിതകാലം വരെ, എത്ര കാലം എനിക്ക് ആരോഗ്യമുണ്ടോ അത്രയും കാലം വരെ എവിടെ ആര് വിളിച്ചാലും ഞാൻ പോകും, എത്ര എതിർപ്പുണ്ടെങ്കിലും. സാർ, ഇവിടുന്ന് പിടിച്ചുകൊണ്ടുവന്ന പാമ്പുകളെ വനത്തിലാണല്ലോ കൊണ്ടുവിടുന്നത്. അതിനെ അത് തിരിച്ചു വരില്ല എന്ന് എന്തെങ്കിലും ഉറപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ജനവാസ മേഖലയിൽ നിന്നും ഒരു പാമ്പിനെ പിടിച്ചു കൊണ്ടുപോകുന്നത് അത് ശരിയല്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം പാമ്പുകൾക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ പെട്ടെന്ന് ഒരു പാമ്പിനെ പിടിച്ച് മറ്റു സ്ഥലത്ത് കൊണ്ടുപോയി വിടുമ്പോൾ ഒരു കാരണവശാലും അതിന്റെ ജീവിതചക്രം എല്ലാം താളം തെറ്റി. രാജവെമ്പാലയെ ഒരു കാരണവശാലും ഒരു സ്ഥലത്ത് പിടിച്ച് മറ്റൊരിടത്ത് വിട്ടാൽ അത് വരില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന്റെ ലക്ഷ്യം 100% തെറ്റി. പാമ്പുകളിൽ വെച്ച് എപ്പോഴും ജോഡിയായിട്ട്, അതുവെച്ചാൽ ജോഡി എപ്പോഴും ഒന്നിച്ച് നടക്കുന്നതല്ല പറഞ്ഞ്, ഇണ ചേർന്ന് കഴിഞ്ഞാൽ അവർ മുട്ടയിടുന്ന ആ സമയം വരെ ഇവർ തമ്മിൽ എപ്പോഴും ഒരു പരസ്പര ബന്ധമുണ്ട്. 2 പാമ്പുകളും കൂടിയിട്ടാണ് വലിയ കൂടുണ്ടാക്കുകയും ആ മുട്ടയ്ക്ക് അടയിരിക്കുന്ന ആ ഒരു പ്രക്രിയ വരെ 2 പാമ്പുകളും തമ്മിൽ ബന്ധമുണ്ട്.
അപ്പോൾ ഒരു രാജവെമ്പാലയെ നമ്മൾ പിടിച്ച് മറ്റൊരിടത്ത് വിട്ടാൽ 100% അതിന്റെ ഇണപ്പാമ്പ് അവിടെ ഉണ്ടാവും. നമ്മൾ വനത്തിൽ വേറെ സ്ഥലത്ത് കൊണ്ടു വിട്ടാൽ അത് ലക്ഷ്യം തെറ്റി പല വഴിക്ക് പോവാം. അത് 90% വേണമെന്ന് തിരിച്ച് നാട്ടിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് സാറിനും സുരേഷ് സാറിന്റെ ഭാഗത്തു നിന്നും കുറെ ആരോപണം കാണപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ സത്യാവസ്ഥകൾ എന്താണെന്ന് പറയാം. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു വ്യക്തിയെ ബേസ് ചെയ്ത് ഒരു ചെറിയൊരു സംഘടനയുണ്ട്. എന്നുവെച്ചാൽ അത് സർക്കാർ ഉദ്യോഗസ്ഥരൊന്നുമല്ല. ഈ സംഘടനയിലുള്ള ആളുകളും ഒരു ഉദ്യോഗസ്ഥനും മാത്രമാണ്, അല്ലാണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മാത്രമാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ വെറും ബിഗ് സീറോയാണ്. വാവാ സുരേഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേഖലയ്ക്ക് വനം വകുപ്പിന് വേണ്ടി സ്വന്തം ജീവൻ തന്നെ അർപ്പിച്ചതാണ്. അദ്ദേഹത്തിന്റെ കൈകളിലൊക്കെ വിരലുകളൊക്കെ നഷ്ടപ്പെട്ടു. ഈ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിലൂടെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ഞാൻ മരണപ്പെട്ടാൽ ഇതിന്റെ ഉത്തരവാദിത്വം ഈ ഒരു ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ ശിങ്കിടികൾക്കാണ്. എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, ഈ ഉദ്യോഗസ്ഥനും ഇദ്ദേഹത്തിന്റെ ശിങ്കിടികളും കൂടിയിട്ട് എന്നെ വാവാ സുരേഷിനെയും ഒന്നും അല്ലെങ്കിൽ വനത്തിൽ കൊണ്ടുപോയി വെടിവെച്ച് കൊന്നുകള, അല്ലെങ്കിൽ ഞങ്ങളെ വല്ല വിഷം തന്ന് കൊന്നുകള. ഞങ്ങൾ ശരിക്കും വനം വകുപ്പിനും ജനങ്ങൾക്കും ഒരു ഉപകാരമായ ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു സേവനം ചെയ്യുന്നു. തൊഴിലല്ല, 100% സേവനം ചെയ്യാണ്. അപ്പോൾ ഞങ്ങളെ ശരിക്ക് അവർ ചേർത്ത് നിർത്തുന്നതിന് പകരം മാനസികമായി ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് ഈ വനം വകുപ്പിലെ ഈ ഒരു ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു സംഘടനയും മാത്രമാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാം, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഉദ്യോഗസ്ഥന്റെ പേര് പറയാത്തതെന്ന്. ഞങ്ങൾ രണ്ടുപേരും ഇതുവരെയായിട്ടും ആ ഉദ്യോഗസ്ഥന്റെ പേര് പറയാത്തത്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്ക് ഒത്തിരി ഉദ്യോഗസ്ഥരായിട്ട് നമുക്ക് പലവിധ പരിചയങ്ങളും ഞങ്ങൾ നല്ല രീതിയിൽ നല്ല ബന്ധങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് ചില ഇത് പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഡിപ്പാർട്ട്മെന്റിന് മൊത്തത്തിൽ ഒരു നാണക്കേടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ പരമാവധി ഈ വിഷയം പുറത്ത് പറയാതിരിക്കുന്നത്. ഇനി ഒരു പരിധി വിട്ടാൽ ഞങ്ങൾക്കത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ ഇതിന്റെ പീഡനം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 6-7 വർഷമായി ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട്. അത് ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് എന്നെക്കാളും കൂടുതൽ വാവാ സുരേഷിനെയാണ്. ഇപ്പോൾ ഈ സർപ്പ എന്ന് പറയുന്ന ഇതിന്റെ ലൈസൻസ് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അതിനകത്ത് ശരിയും തെറ്റുമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ലൈസൻസിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി, ഞാൻ അതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയ ആളാണ്. അവിടെ ചെന്നാൽ ബിഗ് സ്ക്രീനിൽ ആദ്യം കാണിക്കുന്ന ഫോട്ടോ വാവാ സുരേഷിനെയാണ്. വാവാ സുരേഷിന്റെ കുറ്റങ്ങൾ പറഞ്ഞിട്ടാണ് അവിടെ പാമ്പ് പിടുത്തക്കാർക്ക് ലൈസൻസ് കൊടുക്കുന്നത്. ശരിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ പഴയ ആളുകൾക്ക് മുഴുവൻ പാമ്പ് പിടിക്കാൻ പഠിപ്പിച്ച ഏക ആളാണ് വാവാ സുരേഷ്. ഇപ്പൊ വാവാ സുരേഷാണ് ഏറ്റവും കൊള്ളരുതാത്തവൻ എന്ന് പറഞ്ഞാണ് പുതിയ തലമുറയെ പാമ്പ് പിടുത്തം പഠിപ്പിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്രമാത്രം ഞങ്ങൾ ഈ മാതിരിയിട്ട് ദ്രോഹിക്കുന്നത്? ഞങ്ങൾക്കൊരു 100 രൂപ ഇത്രയും കാലമായിട്ട് ഈ വനം വകുപ്പിന്റെ ഈ ഉദ്യോഗസ്ഥനോ അവരൊക്കെ ഒരു മാസം ഒരു 3 ലക്ഷം രൂപയുടെ മുകളിൽ ശമ്പളം വാങ്ങുന്ന വ്യക്തിയാണ് എന്നെ വാവാ സുരേഷിനെയും ഏറ്റവും കൂടുതൽ ഇത്ര ദ്രോഹിച്ച് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ലക്ഷങ്ങളില്ല, ഒരു 100 രൂപ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലം ഈ കാലയളവിനുള്ളിൽ ഏതെങ്കിലും ഒരു വനം വകുപ്പിന്റെ ഏതെങ്കിലും ഒരു റേഞ്ച് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ഏതൊരു ഉദ്യോഗസ്ഥന്റെ നിന്നോ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾ ചോദിച്ചിട്ടില്ല, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഞങ്ങൾ ഈ മാതിരി ഉപദ്രവിക്കുന്നത്? ഒന്നും അല്ലെങ്കിൽ ഞങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന് ജയിലിൽ അടച്ചിട്ട് ഞങ്ങളിങ്ങനെ ഈ വനം വകുപ്പിലെ ഈ ഉദ്യോഗസ്ഥന് എതിരാണ്, അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെ ഞങ്ങൾ കുമ്പിട്ട് നിൽക്കുന്നില്ല, അയാളുടെ കാൽ കീഴിൽ പോയി നിൽക്കുന്നില്ല, അയാൾ പറയുന്ന മണ്ടത്തരങ്ങളെല്ലാം ശരിയാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാവാ സുരേഷിനോടും എന്നോടും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ദേഷ്യം വരാൻ കാരണം, അദ്ദേഹം ഇപ്പൊ ഒരു പാമ്പ് പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പാമ്പ് പിടിക്കാൻ പഠിപ്പിച്ച ആളാണ് വാവാ സുരേഷ്. അതാണ് ഏറ്റവും വിചിത്രമായ രസം. അദ്ദേഹത്തെ പാമ്പ് പിടുത്തത്തിന്റെ ABCD പഠിപ്പിച്ചത് വാവാ സുരേഷ്. ഇപ്പൊ വാവാ സുരേഷിനെ ഏറ്റവും കൂടുതൽ കുറ്റം പറയുമ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന ചില കാര്യങ്ങൾ വെറും മണ്ടത്തരമാണ്, നിങ്ങൾ ഈ പാമ്പുകളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് ഞാനും വാവാ സുരേഷും ചൂണ്ടിക്കാണിക്കുന്നു. ആ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരെയും ഇത്രയും വലിയ ശത്രുക്കളായിട്ട് കാണുന്നത്. ഈ അടുത്ത കാലത്ത് വാവാ സുരേഷ് സാർ ഒരു പബ്ലിക്കായിട്ടൊരു പോസ്റ്റ്, അതായത് ആത്മഹത്യ ചെയ്യുന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? സത്യത്തില് പാവം വാവയുടെ അത്രമാത്രം മാനസിക നില തെറ്റിയിട്ടാണ്. കാരണം വേറൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് 2 കൈയുടെയും പല വിരലുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. മറ്റൊരു തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ ഒരു ജീവിതം മൊത്തം പാമ്പുകൾക്ക് വേണ്ടി ജനങ്ങൾക്കൊരു സേവനമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ പുറം ലോകത്തെ ഞാൻ അറിയിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് എന്നോട് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്താണ്, അത് ഒരിക്കലും പറയരുതെന്ന് പറഞ്ഞു. കാരണം ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അത്രയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടിൽ പോകുന്ന ഒരു സമയമാണ്. ഈ സമയത്താണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വീട്ടിൽ വന്നു. അതേ സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് വാവേനെ അറസ്റ്റ് ചെയ്യാനും വേണ്ടി അവിടെ ചെന്നു.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് വാവയുടെ മനസ്സിലൊരു ചിന്ത എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം മൊത്തം ഈ വനം വകുപ്പിനും ജനത്തിനും വേണ്ടി ഞാൻ ഇത്രയും സേവനം ചെയ്തിട്ട് ഞാൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത്രമേൽ ഒരു മാനസിക ഒരു ബുദ്ധിമുട്ടിൽ പോകുന്ന സമയത്ത് എന്നെ അറസ്റ്റുകളും ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അപ്പോൾ പറഞ്ഞൊരു വാക്കാണ്, ഞാൻ മരിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി ഈ വനം വകുപ്പാണെന്ന്. ഞാൻ ആദ്യം പറഞ്ഞു, വനം വകുപ്പല്ല, വനം വകുപ്പിന് ഒരു ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ കീഴിലൊരു സംഘടനയുണ്ട്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർക്ക് സർക്കാർ ശമ്പളമോ അല്ലയോ എന്നുള്ള ഒരു പുതുതലമുറ. അവർക്ക് പാമ്പ് എന്താണെന്നോ അല്ലെങ്കിൽ നീർക്കോലി എന്താണെന്നോ ചേര എന്താണെന്നോ ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു സംഘടനയാണ് ഇപ്പോൾ ഈ വാവ സുരേഷിനെയും എന്നെയും ഈ മാതിരി ഇട്ട് മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നത്. ഇപ്പോൾ പലർക്കും പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ ഏതൊക്കെ ഹോസ്പിറ്റലിൽ പോകണം, എവിടെയൊക്കെ ആന്റിവെനം ലഭിക്കുമെന്നൊന്നും ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് അറിയില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സാറിന്. പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ ശരിക്കും ആന്റിവെനം എടുക്കുന്നത് അതിന് ഓരോ സെക്കൻഡ് നമ്മൾക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ കണ്ട മന്ത്രവാദം കണ്ട് നാട്ടുചികിത്സ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കറങ്ങി തിരിഞ്ഞ് പോവാതെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. അത് ഏത് ഹോസ്പിറ്റലാണ് ആന്റിവെനം കിട്ടുക എന്നുള്ളത് അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വയനാട് ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിയെ പാമ്പ് കടിക്കുകയും അവർക്ക് ശരിക്കും ഇത് എന്താ സംഭവിച്ചെന്ന് അറിയാതെ 3 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 3 ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും 3ഇടത്തും ആന്റിവെനം ഇല്ല. അത് കഴിഞ്ഞിട്ടാണ് 4ാമത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ഈ കുട്ടിക്ക് ആന്റിവെനം എടുക്കുന്നത്. ആന്റിവെനം എടുത്തപ്പോഴത്തേക്ക് കുട്ടി മരണപ്പെട്ടു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ ആന്റിവെനം എടുക്കുന്ന ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ഇന്ന് എല്ലാവരുടെയും ഫോൺ ഹൈടെക് ആണ്. ഹൈടെക് ഫോൺ ആകുമ്പോൾ നമ്മളൊരു പാമ്പുകടിയേറ്റ വ്യക്തിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഓൺ ദ വേയിൽ നമ്മുടെ ഫോണിൽ സെർച്ച് ചെയ്യാം, അടുത്ത് ഏത് ഹോസ്പിറ്റൽ ആന്റിവെനം ഉണ്ടെന്ന് സെർച്ച് ചെയ്യാം, ആ ഹോസ്പിറ്റലായിട്ട് കോൺടാക്ട് ചെയ്യാം. ഒന്നത്. 2, ഇന്ന് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സർപ്പ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. കഴിവതും അത് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ആ സർപ്പ ആപ്പിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് നമ്മുടെയൊക്കെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ജില്ലയാണോ ആ ജില്ലയിൽ ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഏറ്റവും അടുത്ത് ഏത് ഹോസ്പിറ്റലാണ് ആന്റിവെനം കിട്ടുന്നത് എന്നുള്ളത് എല്ലാ ഡീറ്റെയിലും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ നിങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടുന്ന് കോതമംഗലത്തേക്ക് നിങ്ങൾ പോകുന്ന വഴിയിലാണ്. ഇപ്പോൾ ധർമ്മഗിരി അല്ലെങ്കിൽ ബസേലിയസ് ഹോസ്പിറ്റലിൽ ആന്റിവെനം ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞു വന്നിരിക്കുക. ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആ ഹോസ്പിറ്റലുമായിട്ട് കോൺടാക്ട് ചെയ്യണം. കാരണം അവിടെ ഡോക്ടർ റെഡി ആയിട്ട് നിൽക്കാൻ പറയുക, ആന്റിവെനം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ അവിടെ ആന്റിവെനം ഇല്ല എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സമയങ്ങൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ പാമ്പുകടിയേറ്റ് എത്രയും പെട്ടെന്ന് ആന്റിവെനം എടുക്കുക എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ 2 കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അടുത്തുള്ള ഹോസ്പിറ്റലുകളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് കൂടാണ്ട് സർപ്പ ആപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പാമ്പുകടി ഏറ്റ അത് ഏത് പാമ്പ എന്ന് കണ്ടെത്തിയ ശേഷം ചികിത്സ തേടണം, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് ശരിയാണോ? പണ്ട് കാലത്ത് ഒരു പാമ്പ് കടിയേറ്റാൽ അത് ഏത് പാമ്പാണ് കടിച്ചത് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമായിരുന്നു മെഡിസിൻ ആന്റിവെനം എടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മെഡിസിൻ വളരെയധികം ഉയരങ്ങളിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 4 ഇനം പാമ്പുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഈ 4 ഇനം വിഷപ്പാമ്പ് കടിച്ചാലും ഒറ്റ ആന്റിവെനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പാമ്പ് കടിച്ചാൽ അത് ഏത് പാമ്പാണ്, വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ, ഇതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. പാമ്പ് കടിയേറ്റോ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ബാക്കിയുള്ള കാര്യം ഹോസ്പിറ്റലിൽ അവർ നോക്കിക്കോളും. ഈ പാമ്പുകൾ വരാതിരിക്കാൻ നമ്മുടെ വീടുകളിൽ ചുറ്റും മണ്ണെണ്ണ തളിക്കുക, വെളുത്തുള്ളി ഇടുക, അങ്ങനെയൊക്കെ, അത് ശാസ്ത്രീയമായി ശരിയാണോ? ഒരു കാരണവശാലും വെളുത്തുള്ളി ചതച്ചിട്ടാൽ ഒരു ഗുണവുമില്ല. അത് നമ്മൾ എന്തോരം പറഞ്ഞാലും ഇപ്പോഴും ഒത്തിരി ആളുകൾ കമന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, വീടിന് ചുറ്റും കുറെ വെളുത്തുള്ളി ചതച്ചിട്ടാൽ പാമ്പ് വരാതിരിക്കുമോ, കുറെ മണ്ണെണ്ണ തളിച്ചാൽ പാമ്പ് വരാതിരിക്കുമോ? ഇതൊന്നും പ്രാക്ടിക്കലായ കാര്യം അല്ല. ഇന്ന് മാർക്കറ്റിൽ പല കെമിക്കലുകൾ, പല പ്രൊഡക്റ്റുകളുണ്ട്, പല മിഷനറി സാധനങ്ങൾ. ഇതൊക്കെ പാമ്പ് വരാതിരിക്കാൻ ഉള്ള ചില ചെടി നട്ടാൽ പാമ്പ് വരില്ല. ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല. ഇങ്ങനെയുള്ള ചില ചെടി നട്ടിട്ട് ആ ചെടിയുടെ മുകളിൽ കൂടെ പാമ്പ് അഴഞ്ഞു പോയിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചിട്ടാൽ അതിന്റെ പുറത്തേക്കൂടെ പാമ്പ് പോകും. എന്നാൽ ചിലർ പറയും, ഞാൻ കുറെ വെളുത്തുള്ളി ചതച്ച് പാമ്പിന്റെ പുറത്തേക്ക് ഒഴിച്ചപ്പോൾ പാമ്പ് ഓടിപ്പോയി. ആ സംഭവം ശരി. അത് വെളുത്തുള്ളി വീണിട്ടല്ല. നിങ്ങളൊരു കപ്പിൽ വെള്ളം എടുത്തിട്ട് പാമ്പിന്റെ പുറത്തേക്ക് ഒഴിച്ചാലും പാമ്പ് പോകും. ഇങ്ങനെയുള്ള മണമൊന്നും പാമ്പിന് ഇറിറ്റേഷൻ അല്ല. പാമ്പ് വരാതിരിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ചപ്പ് ചവറുകൾ വീടിന് ചുറ്റും ഇടാതിരിക്കുക. പാമ്പിന് പ്രധാനമായും പാമ്പിനുള്ള ഭക്ഷണവും പാർപ്പിടവും നമ്മുടെ വീടിന് പരിസരത്ത് വെക്കാതിരിക്കുക. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബിരിയാണിയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസോ ഒന്നും അല്ല. പാമ്പിന് വേണ്ടത്, അണലി മൂർഖൻ പാമ്പിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എലിയാണ്.
ക്രൈറ്റ് അഥവാ വളവളപ്പൻ പാമ്പിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം പല്ലിയാണ്. ഇവ രണ്ടും നമ്മുടെ വീടിന് ഉള്ള സാന്നിധ്യം ഒഴിവാക്കുക. സന്ധ്യ സമയത്ത് നിർബന്ധമായും ജനലും വാതിലും, പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത്, ചൂടുകാലമാണ്, സന്ധ്യ സമയത്താണ് വിഷപ്പാമ്പുകളെല്ലാം ഇര തേടിയും എല്ലാം പുറത്തിറങ്ങുന്നത്. ഈ സമയത്ത് നമ്മൾ ജനലും വാതിലും തുറന്നിടാതിരിക്കുക. അങ്ങനെ തുറന്നിട്ടാൽ പാമ്പ് വീടിനകത്ത് കയറും. വീടിനകത്ത് കയറിയാൽ എപ്പോഴും ഇപ്പോൾ വീടിനകത്ത് അടുക്കള ഭാഗത്തോ അല്ലെങ്കിൽ അതിന്റെ സ്ലാവിന്റെ അടിയിലൊക്കെ എപ്പോഴും നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ ആ തണുപ്പ് തേടി പാമ്പ് നമ്മുടെ വീടിനകത്തിരിക്കും. വീട്ടിൽ എലിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പാമ്പ് വീട് വിട്ട് പുറത്തു പോകില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇങ്ങനെയുള്ള കെമിക്കലുകളോ ഒരു പൗഡറുകളോ ഒരു മിഷനറീസോ മേടിച്ച് നിങ്ങൾ പൈസ കളയരുത്. ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല. സാർ, ഇത്ര നേരം ഞങ്ങളുടെ ഒപ്പം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി.